ഹായ് ഗൈസ്, അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഉപകാരപ്പെടുന്ന രണ്ട് കിഡിലൻ ടെലിഗ്രാം ബോട്ടുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. പിന്നെ അതുപോലെ ഒരുപാടധികം യൂസ്ഫുൾ വീഡിയോസ് ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കാം. പിന്നെ ടെലിഗ്രാം ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ഈ രണ്ട് ടെലിഗ്രാം ബോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ടെലിഗ്രാം ബോട്ടിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ഇമേജിനും ജസ്റ്റ് ടെലിഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് PDF-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ഇമേജിനെ PDF-ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് ഇമേജ് ടു PDF കൺവേർട്ടർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് ജസ്റ്റ് ടെലിഗ്രാം ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇമേജിനെ PDF-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ടെലിഗ്രാം ബോട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. അവിടെ താഴെ കാണുന്ന സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് അവർ ചോദിക്കും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് തന്നെ തിരിച്ചു വരിക. എന്നിട്ട് നിങ്ങൾക്ക് ഏതൊരു ഇമേജിനെയാണോ PDF-ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ വെറുതെ 3 ഇമേജുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഇമേജ് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് കൺവേർട്ട് ഇമേജ് ടു PDF എന്നും ഡിലീറ്റ് ഓൾ ഇമേജ് എന്നും ഉണ്ടാവും. അപ്പൊ നമ്മൾ കൺവേർട്ട് ഇമേജ് ടു PDF എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അത് ഒറിജിനൽ സൈസിൽ തന്നെ വേണോ അതല്ലെങ്കിൽ A4 സൈസിൽ വേണോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് സൈസിലാണ് ആ ഒരു PDF വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കാര്യം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ A4 സൈസിലേക്ക് ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു PDF അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാമെന്നാണ്. ഞാനിപ്പോ താഴെ കാണുന്ന ചേഞ്ച് നെയിം എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാണ്. ഏത് നെയിമാണോ അവിടെ കൊടുക്കേണ്ടത് അവിടെ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനിപ്പോ VTech എന്ന് കൊടുക്കുകയാണ്. അപ്പൊ തന്നെ VTech അവിടെ നെയിം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് നെയിം വേണമെങ്കിലും അവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നമ്മുടെ ആ ഒരു ഇമേജ് ഒക്കെ PDF രീതിയിൽ കൺവേർട്ട് ആയിട്ടുണ്ട്. A4 സൈസിൽ കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ടു ഡൗൺലോഡ്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ആവുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊരു ഇമേജിനെയും വളരെ എളുപ്പത്തിൽ തന്നെ PDF-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഒരു ആപ്ലിക്കേഷന്റെയും ആവശ്യമില്ലാതെ തന്നെ ജസ്റ്റ് ടെലിഗ്രാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ബോട്ടിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഏതൊരു വീഡിയോനെ നമുക്ക് MP3-ലേക്ക് വളരെ എളുപ്പത്തിൽ ടെലിഗ്രാം ഉപയോഗിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്യാം. അതായത് നിങ്ങൾ ഒരു വീഡിയോനെ ഇപ്പൊ MP3-ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷന്റെ ആവശ്യം വരും. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ലാതെ ജസ്റ്റ് ടെലിഗ്രാം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ബോട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. അവിടെ താഴെ കാണുന്ന സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളോട് ഒരു ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് അവർ പറയും. ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് തിരിച്ച് ആ ഒരു ബോട്ടിലേക്ക് തന്നെ വരിക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് MP3-ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ ചുമ്മാ ഒരു വീഡിയോ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഓഡിയോ കൺവേർട്ട് ചെയ്തിട്ട് താഴെ വന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊരു വീഡിയോയും വളരെ എളുപ്പത്തിൽ തന്നെ MP3 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ MP3 ആയിട്ട് കൺവേർട്ട് ചെയ്ത് വന്ന ഒരു ഓഡിയോ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാനായിട്ട് ജസ്റ്റ് താഴെ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ സേവ് ടു മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു മ്യൂസിക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന് മുമ്പ് 2 ടെലിഗ്രാം ബോട്ടുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ പോയി കാണാം. അപ്പൊ ഈ ഒരു വീഡിയോനെ കുറിച്ച് എനിക്ക് ഇത്ര കാര്യങ്ങൾ പറയാനുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഈ 2 ടെലിഗ്രാം ബോട്ടിന്റെ ലിങ്ക് ഞാൻ എന്റെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ടാവും. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ചാനൽ അബൌട്ടിലുണ്ടാവും. അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.